ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ ചിക്കൻ കഴുകി വച്ചിരിക്കുന്നു. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, വെളുത്തുള്ളി, 2 ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്ത് വച്ചിരിക്കുന്നു. ഞാനിതെല്ലാം കൂടി ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുവാണേ. ഈ വഴറ്റണേനകത്ത് തന്നെ ഞാൻ ചിക്കൻ പീസ് ഇട്ട് അതുകൂടെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം, തക്കോലം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് മസാല ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഞാൻ മല്ലിപ്പൊടി, ഗരം മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്തേ. മുളക് പൊടി ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. എല്ലാം കൂടി ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റി അത് കഴിഞ്ഞ് അതിനകത്തോട്ട് 3-ാം പാൽ ആഡ് ചെയ്യുവാണേ. തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ബ്രെഡ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും സ്റ്റൂവും കൂടിയാണ്, ചിക്കൻ സ്റ്റൂ. ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ച് ആവി കയറ്റുവാണ്. ഇനി ഞാൻ അതിനകത്ത് 2-ാം പാൽ ഒഴിച്ചു. ഇനി ഇതിനകത്ത് ഞാൻ 3-ാം പാൽ ലാസ്റ്റ് ഒഴിക്കുവാണേ. 3-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ പോകും. ഇനി ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി ഫ്രഷ് ക്രീം ആഡ് ചെയ്യുവാണേ. ഇവിടെ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബ്രെഡും ഇത് അടിപൊളിയാണ്. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ടേ നല്ല ടേസ്റ്റാണ്, സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഇനി ഞാൻ അതിനകത്ത് 2-ാം പാൽ ഒഴിച്ചു. ഇനി ഇതിനകത്ത് ഞാൻ 3-ാം പാൽ ലാസ്റ്റ് ഒഴിക്കുവാണേ. 3-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.